Hello everyone, welcome to Nafi the Educator. It's me Nafi. നീണ്ട 2 മാസത്തെ വെക്കേഷന് ശേഷം നാളെ നിങ്ങൾക്ക് സ്കൂൾ തുറക്കാണല്ലേ? എന്താണ് അവസ്ഥ? ഇങ്ങനെയുണ്ട് വെക്കേഷൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് വെക്കേഷൻ്റെ അവസ്ഥ? വെക്കേഷൻ ജിൽജിലാക്കിയോ? വെക്കേഷൻ ഉഷാറാക്കിയോ? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ 2 മാസത്തെ വെക്കേഷൻ നിങ്ങൾ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നുണ്ട്. മിക്കവാറും കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും ജൂൺ 2 തന്നെയായിരിക്കും പ്രവേശനോത്സവം ഞാൻ വിചാരിക്കുന്നുണ്ട്. മഴയുടെ പ്രശ്നങ്ങളുണ്ട്. മഴ അധികമായിട്ട് കനക്കുന്നില്ലെങ്കിൽ ജൂൺ 2 തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും പ്രവേശനോത്സവം ഉണ്ടാകും. ഇല്ലെങ്കിൽ വേറെ ചില സ്കൂളുകൾക്ക് വേറെ ദിവസത്തിലായിരിക്കും കേട്ടോ. നിങ്ങൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ നിങ്ങൾ സ്കൂൾ വർക്കാണ്. പല കുട്ടികളും 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലേക്ക്, 2 3 4 5 6 7 8 അങ്ങനെ പുതിയ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ 2-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഈ 5 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചോ. 2-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 8-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ കണ്ടൻറ്റാണ്. ഇത്രയും കാലം ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്ക് മാറി പുതിയ പാഠങ്ങളും പുതിയ ആശയങ്ങളും ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരിക. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ പഠിച്ച പോലെ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് ഇടണം. പിന്നെ ഇപ്പോൾ 8-ാം ക്ലാസ്, കഴിഞ്ഞ കൊല്ലം 8-ാം ക്ലാസ് നടപ്പിലാക്കിയിട്ടുള്ള മിനിമം മാർക്ക് സിസ്റ്റം ഇനി 9-ാം ക്ലാസ്സിലേക്കും 7-ാം ക്ലാസ്സിലേക്കും കൊണ്ടുവരുന്നത്. അതായത് 7-ാം ക്ലാസ്സിലെയും 9-ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ മിനിമം മാർക്ക്, അതായത് റിട്ടൺ എക്സാമിൽ ഒരു 30% മാർക്ക് നേടിയാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, പാസ്സാവുള്ളൂ. ആ രീതിയിലുള്ള മാറ്റം എവിടെയുണ്ട്? സ്കൂളിൽ വരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 മാസത്തെ വെക്കേഷൻ ഇറങ്ങി എൻജോയ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരുടെ വീട്ടിൽ പോയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് കളികൾ കളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടാവും, ടൂർ പോയി എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ആ എൻജോയ്മെൻ്റ് ഒക്കെ ഇനി കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് പഠനത്തിലേക്ക് കിടക്കണം. എസ്പെഷ്യലി എനിക്ക് 10-ലും +2-ലൊക്കെ പഠിക്കുന്ന കുട്ടികളോടാണ് കൂടുതൽ പറയാനുള്ളത്. 9-ാം ക്ലാസ് കേട്ടോ, 8, 9, 10, +2 പഠിക്കുന്ന കുട്ടികൾ പ്രധാനമായിട്ട് കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മുന്നിൽ ടെക്സ്റ്റ് ബുക്കുകൾ പുതിയതാണ്, കണ്ടന്റുകൾ കൂടിയിട്ടുണ്ട്. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള കൊല്ലം നിങ്ങൾക്ക് ഉഷാറാക്കി മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി 10-ലും +2-ലും പഠിക്കുന്ന കുട്ടികൾക്ക് പബ്ലിക് എക്സാം ഉണ്ട്. 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് +1ലേക്ക് സീറ്റ് കിട്ടാൻ, +1ലേക്ക് നല്ല സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിൽ മികച്ച മാർക്ക് നേടേണ്ടത് അത്യാവശ്യമാണ്. +2-ൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് മികച്ചൊരു കോളേജ് പഠിക്കണമെങ്കിൽ +2-ൽ മികച്ച മാർക്ക് നേടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ ഉഴപ്പിയിട്ടുണ്ടാവും, ഇത്രയും കാലം നിങ്ങൾ കളിച്ചേർന്നിട്ടുണ്ടാവും, ഇത്രയും കാലം നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി അതിനുള്ള സമയമല്ല. ഇനി നിങ്ങൾ കുറേ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ്. ഇനി നിങ്ങൾ കുറേ കൂടി ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. ഇനി നിങ്ങൾ കുറേ കൂടി ഉഷാറായി നിൽക്കേണ്ട സമയമാണ്. കാരണം ജൂൺ 2-ന് സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ പുതിയ പുതിയ കൂട്ടുകാരെത്തും, പുതിയ പുതിയ ടീച്ചേഴ്സ് എത്തും, പുതിയ പുതിയ പുസ്തകങ്ങളെത്തും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്ത ഉണ്ടാക്കണം. ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും, 10-ാം ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസവും, +2 വരെയുള്ള കുട്ടികളാണെങ്കിൽ ആഴ്ചയിൽ ഒരു 5 ദിവസവും പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ തേടി ഒരിക്കലും മികച്ച റിസൾട്ട് വരില്ല. 10-ലും +2-ലും പബ്ലിക് എക്സാമാണ്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് ഫുൾ A+ ഫുൾ മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടണമെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവും. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ നാളെ നിങ്ങൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, നാളെ നിങ്ങൾക്ക് സ്കൂൾ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഒരു പുതിയ നല്ല അടിപൊളി അധ്യയന വർഷം ആശംസിക്കുന്നു. അടിപൊളി അക്കാഡമിക് ഇയർ ആവട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ. കോ-കരിക്കുലർ ആക്ടിവിറ്റി, സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും പെയിൻറ്റിംഗ് ആയാലും എന്തായാലും അതിലൊക്കെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ മുന്നേറാൻ സാധിക്കട്ടെ. നിങ്ങൾ മനസ്സിൽ ചിന്ത ഉണ്ടാക്കിയെടുക്കുക. ഞാൻ എഫേർട്ട് ഇട്ടാൽ മാത്രമേ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റൂ, ഞാൻ എഫേർട്ട് ഇട്ടാൽ മാത്രമേ എനിക്ക് മികച്ച മാർക്ക് നേടാൻ പറ്റൂ. ആ ഒരു ചിന്ത നിങ്ങൾ മനസ്സിലുണ്ടാവട്ടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് 7-ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ നാഫി ദി എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. വീണ്ടും കാണാം. അതിലേക്കും ബൈ.